സ്റ്റക്കായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മളെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അത് എനിക്കാണ് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ണാടിയിൽ കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടി പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആടിച്ച് കിടന്നു. അവര് അതായത് കെട്ടിപ്പിടി ഫ്രണ്ട്സ് അടിച്ചോണ്ടിരിക്കുക. അവര് എല്ലാം ചെയ്യും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ സജ്ന നൂർ, അതായത് നമ്മുടെ ഫിറോസും സജ്നയും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. നല്ലൊരു കപ്പിളായിരുന്നു. പല കാര്യങ്ങളിലും പണ്ടൊക്കെ അവരുടെ വിഷയങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് സജിനയും ഫിറോസും തമ്മിൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. മറ്റേ കുട്ടി ഫയൽസും കിടന്ന് കളിക്കുന്ന കാര്യങ്ങൾ അറിയുമായിരിക്കാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നവർക്കറിയാം. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വിഷയമാണിത്. പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻറ്റ് സായി ഒരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിന് പല പ്രതികരണങ്ങൾക്ക് രണ്ടുപേരും പിരിഞ്ഞു. പിന്നെ സജിനയും ഫിറോസും പിരിഞ്ഞാണ് ജീവിക്കുന്നത്. അവർ രണ്ടുപേരും രണ്ട് വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തില്ല. അവരവരുടെ വഴിക്ക് പോകുന്നു എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടി ഫയൽസും കാര്യങ്ങളും വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഫിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഭയങ്കര അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോഴാണ് സജ്ന നൂർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സജ്നയുടെ ഈ ഒരു വീഡിയോ കണ്ടത്. വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് സജ്ന പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഫിറോസിനെ പറ്റി പറയുന്നത് സ്ത്രീ വിഷയത്തിൽ വളരെ മോശമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ്. പല സ്ത്രീകളുടെ കൂടിയും പരസ്ത്രീ ബന്ധം സജ്ന ആരോപിക്കുന്നുണ്ട് ഫിറോസിനെതിരെ. അതിനവർ ഒരു ഇൻസിഡൻ്റ് എടുത്ത് പറയുന്നതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അതായത് അവർ പിന്നെ ഒരു പ്രോഗ്രാം സൂര്യയുടെയോ ഇതിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ പാർട്ടി സക്സസ് സെലിബ്രേഷനോ പാർട്ടിയോ നടക്കുമ്പോൾ ആ പാർട്ടിക്കിടയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സ്ത്രീകളെല്ലാം ജ്യൂസ് കുടിച്ചിരിക്കുന്നു, പുരുഷന്മാർ ഡ്രിങ്ക്സ് മാത്രം എന്ന് പറയുന്നുണ്ട്. ഡ്രിങ്ക്സ് കുടിച്ചിരിക്കുന്ന സമയത്ത് സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫിറോസിനെ കാണാതാവുകയും നോക്കുന്ന സമയത്ത് ഒരു വാഷ്റൂമിൻ്റെ ഉള്ളിലൂടെ ഡോറ് കുറച്ച് തുറന്ന് കിടക്കുന്നുണ്ട്. ആ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് റിഫ്ലക്ഷനായിട്ട് ഫിറോസ് മറ്റൊരു ആർട്ടിസ്റ്റ്, ഈ ആർട്ടിസ്റ്റിൻ്റെ റീല് ഇപ്പോൾ അടുത്ത് സജ്ന സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടു എന്നാണ് ഈ റീലിൽ പറയുന്നത്. സ്ക്രോൾ ചെയ്ത സമയത്ത് ഈ ഒരു റീൽ കണ്ടു. അപ്പോഴാണ് പെട്ടെന്ന് സജ്നയ്ക്ക് ഈ ഒരു വിഷയം ഓർമ്മ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡിയും ഇപ്പം ഒന്ന് സിനിമയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേഡിയുടെ പേര് പറയുന്നില്ല. പക്ഷേ സജ്ന ഇതിൽ ഒരുപാട് പേരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം, അവരൊക്കെ അവിടെ പ്രസൻ്റ് ആയിരുന്നു. കാരണം ഇവർ രണ്ടുപേരും കൂടി ഇതിനുള്ളിൽ കൂടി നോക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഫ്രഞ്ച് കിസ് അടിക്കുന്നതായിട്ടുള്ള സീന് പാവം ആ സ്ത്രീ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഒരു ഭാര്യ കാണുന്നത് ഇറ്റ്സ് നോട്ട് ദിസ് തിങ് അതൊരു അതിൻ്റെ അവസ്ഥ. കാരണം അന്ന് അവർ ഒരുപാട് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അവർ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ റൂമിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങൾ അറിയാം എന്നുള്ളതാണ് സജ്ന ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് പോർഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, കാണാത്തവർക്കായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഫിറോസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സജ്ന അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെ സജ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നത് കുട്ടികളെ ഓർത്തിട്ടാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സഫർ ചെയ്യുക കുട്ടികളാണല്ലോ അല്ലേ. അവർക്ക് അവരവരെ വഴികൾ നോക്കി പോവുക, അവരുടെ സെലിബ്രിറ്റി ലൈഫും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഉള്ളിൽ വിഷമം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും പുറമെ ഈ ഒരു ലൈം ലൈറ്റിൽ അങ്ങനെ പോയി കിട്ടും. ഈ ഷോബിസ് വേൾഡിൽ അങ്ങനെ പോയി കിട്ടും ഒരു പരിധി വരെയൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ആവുന്നത് കുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എഫക്ട്സ് വരുന്നത്. അപ്പോൾ ഇവരിതിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുട്ടികളെ ഓർത്തിട്ടാണ് ഇത്രയും കാലം ഇവരും ഉണ്ടാതിരുന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന്. രണ്ടാമത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ ഈ സ്ത്രീകളുടെ കൂടെ, അതായത് ഇയാളുടെ ആദ്യത്തെ ഭാര്യയുള്ള കുട്ടി ഈ സ്ത്രീയുടെ കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ബാധിച്ചു എന്നും പറഞ്ഞിട്ട് ഇയാൾ വിഷയം ഉണ്ടാക്കുമ്പോൾ ശരിയല്ല എന്നും പറഞ്ഞിട്ടാണ് സജ്ന ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ വീഡിയോയുടെ കംപ്ലീറ്റ് പോർഷൻ ഞാനിവിടെ ജസ്റ്റ് സൈഡിൽ വയ്ക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുമെന്നൊന്നും പറയുന്നില്ല, നമുക്കറിയില്ല. എന്തായാലും പേഴ്സണൽ ലൈഫ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഇതൊന്നും കൊണ്ടുവരുന്നതല്ല.
ഇത് ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് അവിടുന്ന് ഇവിടുന്ന് വോയിസ് റെക്കോർഡ്സും കാര്യങ്ങളൊന്നും എടുത്തിടാറില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താണോ അവരൊക്കെ കൊണ്ടു നിർത്തുന്നത് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇതും സജനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ബാക്കി ഞാൻ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഞാൻ ജസ്റ്റ് ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പം വീഡിയോയിലെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും ഓരോ കാര്യങ്ങൾ. ഇത് ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ട്രോൾ ചെയ്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ്, ചിലപ്പോൾ മേ ബി അതൊരു കോയിൻസിഡന്റ് ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആ സമയത്ത് ഇത്രയും നാള് ഞാൻ ഒരു ബ്രേക്കിന് ശേഷമാണ് ആ ഒരു നാള് ഞാൻ ഒരു സിനിമയിൽ മാത്രമേ ഒരു പുള്ളിക്കാരി കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഇൻസിഡന്റും ചിലപ്പം എനിക്കൊരു നല്ലതിനായിരിക്കാം മേ ബി ആ സാധനം എനിക്ക് കൊണ്ടിട്ടത്. കാരണം നമ്മൾ മറന്നു പോകും. കാരണം കുറേയൊക്കെ നമ്മൾ 1, 2, 3 സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തോർത്ത് വെക്കും. ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണോ എന്നോട് നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശയൊക്കെ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരെ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്ടിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു, അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കും. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുവാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിറർ ചെയ്യുന്ന നേരെ നമ്മൾ ആ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്കതിന് ഇവിടെ പറഞ്ഞാലും മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രേഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടി പോയി ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കിടന്ന് അതായത് കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്സ് അടിച്ചോണ്ടിരിക്കും അവര്. ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി ലാസ്റ്റ് മൃദുല എന്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുന്റെ കൂടെയാണ് ഞാൻ ചാർജ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് മൃദുലയുടെ റൂമിലാണ് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ പോയി കിടന്നതും. രാവിലെ വീണ്ടും ഇതുപോലെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതും കാര്യങ്ങളും ഒക്കെ പറയുന്നു. അത് പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ഇത് തുടക്കകാലത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻസിഡന്റ് ഉണ്ടായോണ്ടായി എനിക്കൊന്ന് മേ ബി ആ ഇയർ നോക്കുമ്പോൾ അറിയാം. സൂര്യജോഡിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 7 വർഷം മുന്നേ 8-7 വർഷം അത്രേ ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഈ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടായത്.
ഇതിന് തെളിവിന് ജിഷിൻ ചേട്ടനെയോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മളുടെ ആരൊക്കെ, പ്രമോദേട്ടൻ, ഇവരൊക്കെ പറയുമോന്ന് എനിക്കറിഞ്ഞൂടാ. ഫിറോസിനെ പേടിച്ചിട്ട് പറയുമോന്ന് എനിക്കറിയത്തില്ല. ഈ ഇൻസിഡന്റിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല 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 ഇൻസിഡൻസും ഇയാൾ കാരണം ഇയാളെ പോലെ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ഇയാളുടെ നോക്കിയിട്ടുണ്ട്. ഒത്തിരി ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഞാനിപ്പോ ഓർത്തുകൊണ്ട് അതും കൂടെ ഞാനിപ്പോ എനിക്കറിയത്തില്ല. ഗോഡ് പ്രോമിസ് ഞാൻ ആ കുട്ടിയെ കണ്ടത് ഇതിന് ശേഷം ഞാൻ കണ്ടിട്ട് ഇതൊരു മൂവിയിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തപ്പം എന്തോ എനിക്കറിയത്തില്ല, ആ വീഡിയോ കറക്റ്റ് ആ കുശല വീഡിയോ വന്നു. അപ്പോഴാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഇത് മെയിൻ ഒരു കാര്യമാണ്. ഞാൻ മറന്നിരുന്ന കാരണം കുറേ ഒത്തിരി ഇങ്ങനെ പൊക്കി. പിന്നെ ഒരു കാര്യം, താന് ഇനി എന്ത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി അയാൾ പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ദ്രോഹിച്ചു, ഞങ്ങൾ വേറെമാരോട് പോയി, മറ്റന്മാരോട് പോയി, മറിച്ചുമാരോട് പോയി. ഇയാളുടെ ഒരു ഭീഷണിയുണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരോടെല്ലാം ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇയാള് വളർന്ന രീതികളും ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന കുറെ ട്രോമകളുണ്ട്. ഇതാണ് മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇയാള്. അതും എനിക്ക് തോന്നുന്നു മേ ബി ആ പെണ്ണുങ്ങളെ, നമ്മളെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര അബ്യൂസ് ചെയ്യുക, അതുകൂടെ തന്നെ ഇയാള് മറ്റുള്ള പെണ്ണുങ്ങളെയും അതുപോലെ അബ്യൂസ് ചെയ്ത് ഇയാളുടെ റിവെഞ്ച് തീർക്കുവാണോ എന്ന് പോലും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, ഇനി ആൾ അടുത്ത വീഡിയോ എടുക്കാൻ പോകുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇതെല്ലാം ഫിറോസ് ഖാനെ താൻ പറയിപ്പിച്ചതാണോ? ഇനി ഞാൻ ആരോടെ കടന്നു, ആരോട് ജീവിച്ചെന്നോ, ആരോടെ ഇനി കൊല്ലാൻ വേണ്ടി പോകുന്നു? താൻ പറയുന്നത് അയാളാണ് എനിക്ക് ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, താൻ കൂടുതൽ അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യാൻ പോകുന്നത് എന്താ? അയാളെ വെട്ടിക്കൊല്ലുമായിരിക്കും. അയാളെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കുമായിരിക്കും. ഇതിൽ കൂടുതൽ എന്തായാലും താൻ ഇനി എന്തോ കൊല്ലാനാണോ, വലിച്ചു കീറാനാണോ? താനാണോ വലിഞ്ഞു കീറിയിരുന്ന്? താനാണോ, തൻ്റെതാണോ ഇന്ന് ബോംബ് പൊട്ടിയിരിക്കുന്നത്? എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണോ താന്? ഞാൻ വേണ്ട എന്റെ റോബലിനെ വേണ്ടിയിട്ട് ക്ഷമിച്ച് അങ്ങേറ്റം എത്തിയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ഇവിടെ തന്റെ സ്റ്റൈലിഷ് സാധനങ്ങൾ ഇതെല്ലാം. ഇനി താൻ എന്ത് വേണമെങ്കിലും കളിച്ചോ. ഞങ്ങൾ ഇനി എന്ത് ചെയ്തെന്നോ, ഞങ്ങൾ ആദ്യത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നു, രണ്ടാമത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നു, എന്ത് വേണമെങ്കിലും പറഞ്ഞോടോ. ഇനിയും വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങള് അഥവാ പോയിട്ടുണ്ടെങ്കിൽ, തൻ്റെ കൂടെ നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തന്റെ കഴിവുകളോടോ. ഒരു പെണ്ണിനെ താൻ നോക്കേണ്ട രീതി നോക്കാത്തോണ്ടും താൻ കണ്ട പെണ്ണുങ്ങളോടെല്ലാം നടന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഞങ്ങൾ പോയത്? താൻ കാണിക്കണോ. ഇനി ഞാൻ തുടങ്ങുവാടോ. ഇത്രയും മതി. ജീവിച്ച് അങ്ങേറ്റം തന്നെ പേടിച്ച് ഞങ്ങൾ ജീവിച്ച്, താൻ എന്റെ കുഞ്ഞെ, ഞങ്ങൾ പേടിച്ചല്ല, തന്നെ പേടിച്ച് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. തന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലായിപ്പോയി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടാവരുതെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണോ ഇത്രയും നാൾ ക്ഷമിച്ച് ജീവിച്ചത്. പക്ഷെ ഇനി നിങ്ങളെ ഞങ്ങൾ വലിച്ചു കീറി നിയമത്തിനിട്ട് കൊടുക്കുക. നിയമം ഈ ഇന്ത്യൻ ഒരു പൗരൻ എന്നുള്ളത് നമ്മൾ മനുഷ്യനായി പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇങ്ങനെ തെറ്റ് കാണിക്കുന്ന ആൾക്കാരെ, ഇത്രയും ക്രൂരമായി തെറ്റ് കാണിക്കുന്ന ആൾക്കാർക്ക് നിയമത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വിട്ടുതരോ, നിങ്ങൾ ഇവനെ എന്താണെന്ന് തീരുമാനിച്ചു. എനിക്ക് ഇനി എന്തിനകത്ത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഉള്ളിലെ എന്റെ കുഞ്ഞു നോവൂലോ, എന്റെ മോന് ഇയാളെന്ന് പറഞ്ഞ ജീവന, ആ ഒരൊറ്റ വേദന എനിക്കുള്ളൂ. എന്റെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ പപ്പ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞ് വരുമ്പോ അവൻ മനസ്സിലാക്കട്ടെ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഞങ്ങൾ നൊന്ത് ഈ പരിവായി. ഇനി വയ്യ, മതിയടോ. തന്റെ ബോംബൂട്ടും പൊട്ടിപ്പേരും പറ്റുപേരും എല്ലാം താനിപ്പോ ഓരോരുത്തരെ വിളിച്ച് കരയുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ അവളെ ഒന്നും ദ്രോഹിക്കത്തില്ല. എടോ, താൻ ആരെ ദ്രോഹിച്ചാലും താൻ പറയുന്നത് തന്റെ കൂടെ ജീവിച്ച സമയത്ത് നാണം മാനം ഇല്ലേടോ? തന്റെ കൂടെ ഇപ്പോഴും താൻ എനിക്ക് ഡിവോഴ്സ് തരാതിരിക്കുവാടോ? താൻ എന്നെ പുഷ് ആദ്യത്തെ വൈഫിന് ഡിവോഴ്സ് കൊടുക്കാതിരിക്കുക. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചെടുത്ത് താൻ എന്തോ ഉണ്ടാക്കി? എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യ. നിങ്ങൾ നശിച്ച് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി വരട്ടെ. അവര് മീഡിയയിൽ വന്നില്ലേലും അവര് ലീഗലി നീങ്ങും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഇനി എന്തായാലും ജീവിച്ചിരിക്കേണ്ട ലോകത്ത്. നിയമം കൊണ്ട് നിങ്ങളെ വലിച്ചു കീറട്ടെ.